ഷവർമ കഴിച്ച് ഇടയ്ക്കിടയ്ക്ക് ഓരോ മരണം റിപ്പോർട്ട് ചെയ്യപ്പെടുമല്ലോ. അതിൻ്റെ കാരണം ഷവർമയുടെ ഇറച്ചിയുടെ ക്വാളിറ്റിയാണ് പ്രശ്നം. ചോറിന് പകരം ചപ്പാത്തി കഴിച്ചാൽ പ്രമേഹ രോഗം കുറയുമായിരുന്നെങ്കിൽ, വണ്ണം കുറയുമായിരുന്നെങ്കിൽ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മെലിഞ്ഞിരിക്കുന്ന ആൾക്കാർ പഞ്ചാബിലുള്ള ആൾക്കാർ, ഹരിയാനയുള്ളവരൊക്കെ. കാരണം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രമേഹ രോഗികളുള്ള സംസ്ഥാനം എന്ന് പറയുന്നത് കേരളമല്ല, പഞ്ചാബാണ്. അപ്പോൾ ചോറിന് നമുക്ക് ഏറ്റവും ഐഡിയലായിട്ട് കഴിക്കാൻ പറ്റുന്ന അളവെന്ന് പറയുന്നത് നമ്മുടെ ഒരു കൈപ്പത്തിയുടെ ഒരു പിടി എന്ന് പറയുന്നത് എത്ര വരും, അത്ര അളവ് ചോറ് ഒരാൾക്ക് കഴിക്കാം. വൈകി കഴിക്കുന്നു, വൈകി ഉറങ്ങുന്നു, വൈകി എഴുന്നേൽക്കുന്നു, ഈ ഒരു രീതിയാണ് പലപ്പോഴും ഇത്തരക്കാർക്ക് കൂർക്കം വലി കണ്ടുവന്ന് വരാം, ഓവർ സ്ട്രെയിൻ ഉണ്ടെങ്കിൽ കണ്ടുവന്ന് വരാം, നമ്മളെ പേടിപ്പിക്കുന്ന ഡ്രീംസ് കണ്ടുവന്ന് വരാം. നമ്മുടെ ചോറിനെ വെച്ചിട്ട് 3 ഇരട്ടിയോളം കാലറി ഉള്ളതുകൊണ്ട് ചോറ് ഫുള്ള് മാറ്റി ചോറിൻ്റെ അതേ അളവിലാണ് മില്ലറ്റ് കഴിക്കുന്നതെങ്കിൽ ചോറിനേക്കാൾ ഡബിൾ സ്പീഡിൽ ഇവർ വണ്ണം വെച്ചു എന്ന് വരും. കർട്ടനിട്ട് കിടക്കണം, ഇരുണ്ട മുറിയിൽ കിടക്കണം. ഇതിനകത്ത് പലതും പ്രാക്ടിക്കലാണ്. ഏറ്റവും കൂടുതൽ സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റുന്ന അന്തരീക്ഷം നമ്മുടെ ബെഡ്റൂമായിരിക്കണം. സോ ബെഡ്റൂമിൽ ആവശ്യമില്ലാത്ത ചിത്രങ്ങൾ, പേടിപ്പിക്കുന്ന ചിത്രങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കുക. നല്ല ജീവിതശൈലിയാണ് നല്ല ആരോഗ്യത്തിന്റെ അടിസ്ഥാനം. നമസ്കാരം. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് ഡോക്ടർ രാജേഷ് കുമാർ. സ്വാഗതം ഡോക്ടർ. നമസ്കാരം ഡോക്ടർ എപ്പോഴും ഏറ്റവും കൂടുതൽ പറയുക ആരോഗ്യകരമായ ജീവിതശൈലിയെ കുറിച്ചാണ്. അപ്പം അവിടുന്ന് തന്നെ നമുക്ക് തുടങ്ങാം. എന്താണ് ഡോക്ടർ ആരോഗ്യകരമായ ഒരു ജീവിതശൈലിയുടെ അടിസ്ഥാനം, അല്ലെങ്കിൽ അതിന് നമ്മൾ പാലിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് നോർമലായിട്ടുള്ളൊരു ജീവിതം മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അതിന് അടിസ്ഥാനപരമായിട്ട് വേണ്ട എന്തെന്ന് ചോദിച്ചാൽ ആൾക്കാർ എന്താ ആദ്യം മറുപടി പറയുക? നല്ല സാമ്പത്തിക സ്ഥിതി വേണം, നല്ല കുടുംബം വേണം, ഇല്ലേ? പിന്നെ അത്യാവശ്യം നല്ലൊരു ജോലി വേണം, നല്ല കാറ്, ഇങ്ങനെ പോകും അംബിഷൻസ്. പക്ഷെ ആരും തന്നെ നല്ലൊരു ഹെൽത്ത് വേണം എന്നാരും പറയത്തില്ല. പക്ഷേ യഥാർത്ഥത്തിൽ നമുക്ക് ആ ഒരു ആരോഗ്യമുള്ള ഒരു ശരീരവും മനസ്സും ആണെങ്കിൽ മാത്രമേ ഈ പറഞ്ഞ ഏത് കാര്യവും അതിനകത്ത് ആപ്ലിക്കബിൾ ആകത്തുള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കി, നമുക്ക് ആവശ്യത്തിന് ധനമുണ്ട്, നല്ലൊരു ജോലിയുണ്ട്, പക്ഷെ ആരോഗ്യമില്ലെങ്കിലോ 2 പേരുടെ ഒരു സപ്പോർട്ടിലായിരിക്കും നമ്മൾ നടക്കുക. സ്വന്തമായിട്ട് എന്തെങ്കിലും കാര്യം ചെയ്യണമെന്ന് വെച്ചാൽ സാധിക്കില്ല, സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റില്ല, ഭക്ഷണം നേരെ കഴിക്കാൻ പറ്റില്ല. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിനെ കംപ്ലീറ്റ് നിയന്ത്രിക്കുന്നത് വേറെ ആരെങ്കിലുമായിട്ട് വരും. ഇത് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ആരോഗ്യത്തിനകത്താണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതും ഇൻവെസ്റ്റ് ചെയ്യേണ്ടതും. കാരണം നല്ല ആരോഗ്യമുള്ള ഒരാളിന് ജീവിതത്തിൽ അത് തരുന്ന കോൺഫിഡൻസ് ചെറുതല്ല. നമ്മൾ മുന്നോട്ട് ഒരു സ്റ്റെപ്പ്, അതിപ്പോൾ പഠിത്തത്തിലായിക്കോട്ടെ, ജോലിയിലായിക്കോട്ടെ, അല്ലെങ്കിൽ കുടുംബത്തിലായിക്കോട്ടെ, ഒരു കാര്യം കോൺഫിഡൻ്റായിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്കതിന് പറ്റുന്ന ഒരു നല്ലൊരു ശരീരവും മനസ്സും വേണം. ഈ മനസ്സും ശരീരവും റെഡിയാക്കി എടുക്കുക എന്നുള്ളത് നമ്മൾ വിചാരിക്കും ഇത് ഡോക്ടർമാരുടെ മറ്റുള്ളവരുടെ ധർമ്മമാണെന്ന്. അല്ല, ഇത് നമ്മൾ ഓരോരുത്തരും ചെയ്യുന്ന ജീവിത ശൈലിയിലൂടെ മാത്രമേ നമ്മുടെ ആരോഗ്യം ഓക്കെ ആവുള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് ഡെയിലി ഇങ്ങനെ 4 നേരം ആരോഗ്യത്തിനെക്കുറിച്ചും ജീവിത ശൈലിയെക്കുറിച്ചും വിശദീകരിക്കുന്നത്. സോ ഇപ്പം ആരോഗ്യകരമായ ഭക്ഷണ രീതി, ആരോഗ്യകരമായ ജീവിത ശൈലിയുടെ ഒരു ഭാഗം തന്നെയാണ്. അപ്പൊ അതിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങളുണ്ട്, ഒഴിവാക്കേണ്ടതായ കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണ് നമ്മൾ ഉൾപ്പെടുത്തേണ്ട ഭക്ഷണ രീതി, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഭക്ഷണ രീതിയാണ് നമ്മൾ ഉൾപ്പെടുത്തേണ്ടത്, അല്ലെങ്കിൽ ഒഴിവാക്കേണ്ടത് ഏതൊക്കെയാണ്? ഇതിപ്പോൾ പൊതുവേ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ പലരും പല അഭിപ്രായം പറയും. ചിലർ പറയും വെജിറ്റേറിയൻ ഭക്ഷണ രീതിയാണ് ഏറ്റവും ഐഡിയൽ, അത് വേണം കഴിക്കാൻ. ചിലവർ പറയും നോൺ വെജ് കഴിക്കണം എന്ന് പറയും. മറ്റു ചിലരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചുറ്റും ഇഷ്ടം പോലെ പുതിയ പുതിയ ഫുഡ് മെനൂസ് ഉണ്ട്, ഇതൊന്നും കഴിക്കാതെ നമ്മൾ ജീവിച്ചിട്ട് എന്ത് കാര്യം? അതുകൊണ്ട് ചുരുങ്ങിയ സമയം കൊണ്ട് മാക്സിമം ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്യുക, പിന്നെ വരുന്നത് വരട്ടെ എന്നുള്ള ആറ്റിറ്റ്യൂഡുണ്ട്. യഥാർത്ഥ ആരോഗ്യം എന്ന് പറയുന്നത് ഇതിൻ്റെ എല്ലാം ഇടയ്ക്കാണ്. നമ്മൾ വെജിറ്റേറിയൻ ആണോ മനുഷ്യൻ? അല്ല. കാരണം നമ്മൾ വെജിറ്റേറിയൻ ആയിരുന്നെന്നുണ്ടെങ്കിൽ നമുക്ക് വഴിയിലുള്ള ഓലയോ ഇലകളോ ചവച്ച് കഴിച്ച് ജീവിക്കാൻ പറ്റുമായിരുന്നു. നമ്മൾ വെജിറ്റേറിയൻ അല്ല, കാരണം അതൊന്നും ദഹിപ്പിക്കാനുള്ള ശേഷി നമ്മുടെ വയറിനില്ല. എന്നാൽ നമ്മൾ കാർണിവോറസ് ആണോ? ശുദ്ധമായ ആനിമൽ ഫുഡാണോ കഴിക്കുന്നത്? അല്ല. നമ്മൾ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്കാണ്. അതായത് അത്യാവശ്യം ദഹിക്കുന്ന ഭക്ഷണങ്ങളെ വേവിച്ച് കഴിച്ച് ശീലിക്കുന്ന ഒരു ഭക്ഷണ രീതിയാണ്. അത് നോൺ വെജും വെജും കൂടി ചേർന്നിട്ടുള്ള ഒരു ഭക്ഷണ രീതി വേണം. നമ്മൾ അഡോപ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു രീതി. അഡോപ്റ്റ് അല്ല, നമ്മൾ ഏതാണ്ട് നൂറ്റാണ്ടുകൾ കൊണ്ട്, ആയിരക്കണക്കിന് വർഷം, ഏതാണ്ട് മനുഷ്യന്റെ ഭക്ഷണത്തിന്റെ എവല്യൂഷനൊക്കെ വന്നിട്ട് 15,000 വർഷത്തോളമായി. അപ്പോൾ ഈ ഒരു കാലഘട്ടം മുതൽ തന്നെ നമ്മൾ ഗ്രാജുവലി ശീലിച്ചു വരുന്ന ഭക്ഷണ രീതികളിൽ നിന്നുമാണ് ഈ പറഞ്ഞ ആരോഗ്യം എന്ന് പറയുന്നത് ഇവോൾവ് ചെയ്തിരിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ ഒരു 30 വർഷം കൊണ്ട് നമ്മുടെ എല്ലാത്തിൻ്റെ ഒരു ഭക്ഷ്യ വിപ്ലവം എന്ന് പറയാം. ഭക്ഷ്യ വിപ്ലവത്തിൻ്റെ ഒപ്പം തന്നെ, അതായത് എല്ലാവർക്കും ഭക്ഷണം എത്തുക എന്നൊരു രീതിയും അതോടൊപ്പം ഭക്ഷണത്തിനകത്തുള്ള ബിസിനസ് മേഖല വളർന്നു. ഇതിൻ്റെ ഭാഗമായിട്ട് പുതിയ പുതിയ ഹോട്ടലുകൾ, പുതിയ പുതിയ പല ഡിഷുകളും നമ്മുടെ മുന്നിലേക്ക് വന്നു. വിചിത്രം എന്തെന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ നമ്മളിപ്പോൾ ഒരു ചൈനീസ് ഫുഡ് എന്ന് പറഞ്ഞ് നമുക്ക് ഇവിടെ കിട്ടുന്ന ഫുഡ് ചൈനയിൽ പോയി കഴിച്ചാൽ ആ ഫുഡും ഇവിടുത്തെ ഫുഡുമായിട്ട് ഒരു ബന്ധമില്ല. ഈവൻ നമ്മുടെ ഈവൻ ചില്ലി ചിക്കൻ ആണെങ്കിൽ പോലും വ്യത്യാസമാണ്.
ഈ രീതിക്ക് നമ്മുടെ ഫുഡിനകത്തേക്ക് പുറത്തു നിന്നുള്ള ഫുഡുകൾ ഫാസ്റ്റ് ഫുഡ് സംസ്കാരം വന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ആരോഗ്യ രീതിക്കും ഭക്ഷണ രീതിക്കും വ്യത്യാസം വന്നു. ഇത് നമ്മുടെ ആരോഗ്യത്തിനെ ഗ്രാജുവലി ബാധിക്കുന്നുണ്ട്. മനസ്സിലായോ? ഇതിൽ നിന്നും നമുക്ക് ഒരു മാറ്റം വേണം. ആ ഒരു മാറ്റമാണ് നമുക്ക് ചിട്ടയായ ജീവിതശൈലി എന്ന് പറയുന്ന കേട്ടാൽ തോന്നുന്നു നമ്മൾ പൂർണ്ണമായും ഫാസ്റ്റ് ഫുഡ്സ് ഒഴിവാക്കണം. അങ്ങനല്ല. നമ്മൾ ഒരു ദിവസം കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ 90% നല്ല ഭക്ഷണവും ഒരു 10% ഫാസ്റ്റ് ഫുഡ്സും ആണെങ്കിൽ ഒരു പ്രോബ്ലം ഇല്ല. പക്ഷേ നമ്മൾ ഫാസ്റ്റ് ഫുഡുകൾ ഒരു 60% അല്ലെങ്കിൽ 70% കഴിച്ചിട്ട് ഹെൽത്തി ഫുഡ് എന്ന് പറയുന്ന പേരിന് മാത്രം ഒരു ഡ്രിങ്ക് കഴിക്കുമ്പോഴാണ് നമ്മുടെ ആരോഗ്യം പ്രശ്നമാകുന്നത്. സോ ഇത് കറക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗ് ഒക്കെ അതിൻ്റെ ഇടയിൽ അതൊക്കെ നല്ലതാണോ? ഈ ഡയറ്റിംഗ് ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ഡയറ്റിങ്ങിന്റെ നമ്മുടെ ജീവിതശൈലി പണ്ട് മുതലേ ആൾക്കാർ ഈ വ്രതമൊക്കെ എടുക്കത്തില്ലേ? വ്രതമൊക്കെ എടുക്കുന്നത് ഇന്നേവേ ശരീരത്തിന് നല്ലതാണ്. ഇപ്പൊ പണ്ട് കാലത്ത് ഈ തപസ്സൊക്കെ ചെയ്തിരുന്ന ആൾക്കാർക്ക് മുഖത്തൊരു തേജസ് അല്ലെങ്കിൽ ശരീരത്തിനകത്തൊരു വ്യത്യാസമെല്ലാം വരുന്നതിന് അവർ ഫാസ്റ്റിംഗ് ചെയ്യുമായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. എല്ലാ മതങ്ങൾക്കകത്തും ഫാസ്റ്റിങ്ങിന്റെ ഇമ്പോർട്ടൻസ് പറയുന്നുണ്ട്. ഇതേപോലെ നമ്മുടെ ശരീരത്തിനകത്ത് ഭക്ഷണത്തിനെ ഒരു നിശ്ചിത സമയത്തേക്ക് നിയന്ത്രിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഇൻ്റർമീഡിയൻറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത്. അത് 2 തരത്തിൽ ചെയ്യാം. ഒന്ന്, പകൽ ഫാസ്റ്റിംഗ് ചെയ്തുകൊണ്ട് നമുക്ക് വൈകുന്നേരം ഫുഡ് കഴിക്കാം. അതായത് ഒരു 16 മണിക്കൂർ ഫാസ്റ്റിംഗ് ചെയ്തുകൊണ്ട് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ രാവിലെയും ഉച്ചയ്ക്കും ഫുഡ് ഈവനിങ് ഒരു 4 മണിക്ക് അവസാനിപ്പിച്ച് അതിനുശേഷം പിന്നെ ഫാസ്റ്റിംഗ് ആയിട്ട് ചെയ്യാം. എന്നും ചെയ്യുന്നവരുണ്ട്, അല്ലെങ്കിൽ ആഴ്ചയിൽ 2 ദിവസം ചെയ്യുന്നവരും ഉണ്ട്. ഏത് തന്നെയാണെങ്കിലും ശരീരത്തിന് ബെനിഫിഷ്യലാണ്. ഇൻ്റർമീഡിയൻറ്റ് ഫാസ്റ്റിങ്ങിനെ കുറിച്ച് നടത്തിയിട്ടുള്ള പഠനങ്ങളിൽ ഇത് ശരീരത്തിന് ബെനിഫിഷ്യലാണ്. ഇൻസുലിൻ മെറ്റബോളിസത്തിനെ കൺട്രോൾ ചെയ്യാൻ സഹായിക്കുമെന്ന് കണ്ടിട്ടുണ്ട്. അതായത് നമുക്കിപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഈ നിങ്ങൾക്കറിയാമല്ലോ, ഈ ഇൻസുലിൻ മെറ്റബോളിസത്തിൻ്റെ പ്രോബ്ലമാണ് അമിതവണ്ണം, പ്രമേഹ രോഗം, ഫാറ്റി ലിവർ പോലുള്ള എല്ലാ രോഗങ്ങൾക്കും കാരണം. സ്ത്രീകൾക്കുണ്ടാകുന്ന പോളിസിസ്റ്റിക് ഡിസീസ് എല്ലാം ഈ കാറ്റഗറിയിലാണ് വരുന്നത്. സോ ഇതിനെല്ലാം കൺട്രോൾ ചെയ്യുന്നതിന് ഇൻസുലിൻ്റെ ഫംഗ്ഷൻ ഇമ്പ്രൂവ് ചെയ്യണം, സെൻസിറ്റിവിറ്റി ഇമ്പ്രൂവ് ചെയ്യണം. അതിന് ഇൻ്റർമീഡിയൻറ്റ് ഫാസ്റ്റിംഗ് പ്രധാനമായിട്ട് സഹായിക്കുന്നുണ്ട്. അതിൻ്റെ ഒപ്പം ഇപ്പോഴത്തെ ആൾക്കാരുടെ ഒരു ഫാസ്റ്റ് ഫുഡ് സംസ്കാരം എങ്ങനെയാണ് പോകുന്നത്? പകല് അവർ ഓടിച്ചാടി നടക്കും, വൈകുന്നേരമാണ് ഇവർ എല്ലാം കഴിഞ്ഞ് ഫ്രീ ആയിട്ട് ഭക്ഷണം കഴിക്കുന്നത്. രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഇത്തരത്തിൽ ഹെവി ആയിട്ട് ഫുഡ് കഴിച്ചുകൊണ്ട് കിടക്കുന്ന ഒരു രീതി മാറ്റാനും ഇൻ്റർമീഡിയൻറ്റ് ഫാസ്റ്റിംഗ് സഹായിക്കും. ഈ ഹെവി ആയിട്ട് കഴിക്കുന്നത് ഇപ്പം നമ്മൾ മിക്ക ആൾക്കാരും എങ്ങനെയാണെന്ന് വെച്ചാൽ വൈകുന്നേരം ഈ പറഞ്ഞ പോലെ ഫ്രീ ആയിട്ട് വൈകി കഴിക്കുന്നു, വൈകി ഉറങ്ങുന്നു, വൈകി എഴുന്നേൽക്കുന്നു. ഈ ഒരു രീതിയാണ്. ഇതിലെന്തെങ്കിലും പ്രോബ്ലം ഉണ്ട്? അല്ലെങ്കിൽ ഇതിൽ എത്രമാത്രം പ്രോബ്ലം ഉണ്ട്? മനുഷ്യൻ എന്ന് പറയുന്നത് നമ്മുടെ സർക്കേഡിയൻ ഋതം അനുസരിച്ച് ജീവിക്കുന്ന ഒരു നോർമൽ ഹ്യൂമൻ ബീയിങ് ആണ്. മനുഷ്യൻ്റെ ശരീരം എന്ന് പറയുന്നത് പകൽ സൂര്യപ്രകാശത്തിൻ്റെ ആ ഒരു രീതിക്ക് ഉണർന്നിരുന്ന് സൂര്യൻ അസ്തമയത്തിന് ശേഷം ഉറങ്ങി പകൽ വർക്ക് ചെയ്ത് രാത്രി ഉറങ്ങി ആ ഒരു രീതിക്ക് ജീവിക്കേണ്ട ആൾക്കാരാണ്. പക്ഷെ നമ്മുടെ ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈല്, നമ്മൾ ഇപ്പോഴത്തെ ഈ ഗ്ലോബലൈസേഷനോ അല്ലെങ്കിൽ അതെ അത് മാത്രമല്ല, ജോലിയുടെ മാത്രം ഭാഗമായിട്ടല്ല, ജീവിതത്തിൽ വന്നിട്ടുള്ള സംസ്കാരത്തിന്റെ മാറ്റം, ഒരു സിറ്റി ജീവിതങ്ങളാണ് കൂടുതലും ആ ഒരു രീതിക്ക് പോകുന്നത്. സോ അങ്ങനെ മാറുന്നതിന്റെ ഭാഗമായിട്ട് വളരെ ലേറ്റ് ആയിട്ട് 1 മണി 2 മണിക്ക് ഉറങ്ങുന്നത്. പ്രത്യേകിച്ച് കോവിഡ് കാലം കഴിഞ്ഞതിന് ശേഷമാണ് ആൾക്കാർക്ക് രാത്രി 2 മണിക്ക് ശേഷം ഉറങ്ങി രാവിലെ 8 മണിക്ക് അല്ലെങ്കിൽ 9 മണിക്ക് ഉണരുന്ന ഒരു ശീലത്തിലേക്ക് വന്നത്. അപ്പോൾ അത് ഡെഫിനറ്റ്ലി ബാധിക്കും. പ്രത്യേകിച്ച് ആദ്യം ഇത് ബാധിക്കുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ ഇൻസുലിൻ മെറ്റബോളിസത്തെയാണ് ആദ്യമായിട്ട് ബാധിക്കുന്നത്. പ്രത്യേകിച്ച് ഇൻസുലിൻ റെസിസ്റ്റൻസ് വരും. രാത്രി നമ്മളിപ്പോൾ ഒരു 7 മണിക്ക് ഭക്ഷണം കഴിച്ചവരാണ്, നമ്മൾ 9:30 അല്ലെങ്കിൽ 10 മണി കഴിഞ്ഞ് ഉറങ്ങുന്നവരാണെങ്കിൽ പ്രോബ്ലം ഇല്ല. എന്നാൽ ലേറ്റ് നൈറ്റ് ഉണർന്നിരിക്കുന്ന ആരോടും ചോദിച്ചു നോക്കിയാൽ 11 മണി കഴിഞ്ഞാൽ ഇവർക്ക് വിശപ്പ് വരും. ഇവർ ഫുഡ് കഴിക്കും, ഫ്രിഡ്ജ് തുറന്ന് കിട്ടുന്ന ആഹാരം എടുത്ത് കഴിക്കും, വീണ്ടും രാത്രി ഇപ്പോൾ TV കണ്ടുകൊണ്ടിരുന്നാലോ അല്ലെങ്കിൽ എന്തെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും ഇങ്ങനെ സ്നാക്കിങ് ചെയ്തുകൊണ്ടേയിരിക്കും. ഈ ലേറ്റ് നൈറ്റ് ഇങ്ങനെ ഫുഡ് കഴിക്കുന്ന ഒന്ന് ഇനവേ നമ്മുടെ ശരീരത്തിലുള്ള ആന്തരിക അവയവങ്ങൾ വർക്കിംഗ് ആയിരിക്കും. ഉറങ്ങേണ്ട സമയം ഉണർന്നിരിക്കുന്ന ബ്രെയിനിന്, പാൻക്രിയാസിന്, കരളിന് സ്ട്രെയിനാണ്. നമ്മൾ ഈ ഫുഡെല്ലാം കഴിച്ചിട്ട് പിന്നെ രാത്രി ഒരു 1 മണി 2 മണിക്ക് തളർന്നങ്ങ് ഉറങ്ങും. ഉറങ്ങുന്ന സമയത്ത് ഓക്കെ, നമ്മുടെ ബ്രെയിൻ ഉറങ്ങണമെന്ന് ആഗ്രഹിച്ചിരുന്നാൽ പോലും വയറിനകത്ത് ഭക്ഷണം കിടക്കുന്നു, ആമാശയം ആക്റ്റീവാണ്, കരൾ ആക്റ്റീവാണ്, പാൻക്രിയാസ് ആക്റ്റീവാണ്. ഇതിനെല്ലാം വർക്ക് ചെയ്യിച്ച് നിർത്തണമെങ്കിൽ ഹൃദയം ആക്റ്റീവ് ആയിരിക്കണം, ഇതിനെ ട്രെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ വൃക്ക ആക്റ്റീവ് ആയിരിക്കണം. ലിറ്ററലി നമ്മൾ ഉറങ്ങണമെന്ന് ആഗ്രഹിച്ചിരുന്നിട്ട് ഉറങ്ങത്തില്ല. ഇതുകൊണ്ടാണ് പലപ്പോഴും രാവിലെ ഉണരുന്ന സമയത്ത് എഴുന്നേറ്റ് നിൽക്കാൻ വയ്യ, ഭയങ്കര ക്ഷീണം, അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നത്. രാവിലെ ഇപ്പോൾ എഴുന്നേറ്റ് ഒരു ഉന്മേഷത്തോട് കാര്യം ചെയ്യണമെന്ന് പറഞ്ഞാൽ പറ്റില്ല. മാത്രമല്ല രാത്രി ലേറ്റായിട്ട് ഫുഡ് കഴിച്ചിട്ട് കിടക്കുന്നത് കൊണ്ട് ആമാശയം ഫുള്ളായിട്ടാണ് കിടക്കുക. പലപ്പോഴും ഇത് ദഹിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പുളിച്ചു തകട്ടി വായിലേക്കൊക്കെ വരും. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തൊണ്ടയ്ക്ക് കയ്പ്പ് രസം, തൊണ്ടയ്ക്ക് ഇറിറ്റേഷൻ പോലുള്ള ബുദ്ധിമുട്ട്, രാത്രി കിടന്നിട്ടുള്ള ചുമ,
കൂർക്കം വലി, ഇങ്ങനെ പല പല പ്രോബ്ലംസ് വരും. പിന്നെ മലബന്ധം പോലുള്ള പ്രോബ്ലംസ് അഡീഷണൽ ആയിട്ട് ഇതിൻ്റെ കൂടെ വരും. ഇതെല്ലാം ലേറ്റ് നൈറ്റ് ഉണർന്നിരിക്കുന്നതുകൊണ്ട് വരുന്ന ഒരു പ്രശ്നമാണ്. പിന്നെ ലേറ്റ് നൈറ്റ് ഉണർന്നിരിക്കുന്നത് ഇപ്പോൾ അലർജി രോഗങ്ങൾ ട്രിഗർ ചെയ്യാറുണ്ട്. രാത്രി ലേറ്റായിട്ട് ഉറങ്ങുന്നവർക്ക് ഷുഗർ കൂടാനുള്ള ചാൻസ് ഉണ്ട്. പ്രമേഹ രോഗം, അതേപോലെ തന്നെ ഫാറ്റി ലിവർ വർദ്ധിക്കും, BP കൂടും, കൊളസ്ട്രോൾ കൂടും, എന്തെല്ലാം ബോണസ് കിട്ടുന്നുണ്ട്. ഞാൻ ഈ മറ്റു ജീവികളിൽ നോക്കിയിട്ടുണ്ട്. ഇപ്പം രാത്രി ഉണർന്നിരുന്ന് പകൽ ഉറങ്ങുന്ന ജീവികളുണ്ട്. ഇപ്പോൾ ഷുഗർ ഗ്ലൈഡർ പോലുള്ള ജീവികളുണ്ട്. ഓസ്ട്രേലിയയിലാണ്, ഞാൻ വളർത്തിയിട്ടുണ്ട്. ഇവ പകല് ഫുൾ ഉറക്കമായിരിക്കും. അവർക്ക് പകൽ ഇരുട്ടുള്ള ഒരു അന്തരീക്ഷം ഒരുക്കി കൊടുത്താൽ ഉറങ്ങും. വൈകുന്നേരം 7 മണിക്ക് ശേഷം രാവിലെ വരെ ഒരു ഫുൾ ആക്റ്റീവ് ആയിരിക്കും. ഒരു പരീക്ഷണ അടിസ്ഥാനത്തിൽ ഇവയുടെ ഈ പ്രോസസ്സിനെ ഒന്ന് റിവേഴ്സ് ചെയ്ത് നോക്കണം. അതായത് പകൽ ഇവയെ ഉറങ്ങാൻ സമ്മതിക്കാതെ ചുറ്റും ഇപ്പോൾ നല്ല ലൈറ്റ് വെച്ച് എന്തെങ്കിലും പാട്ടൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇവർക്ക് പകൽ ഉറങ്ങാൻ പറ്റത്തില്ല. ഇവർ പകൽ ഉറങ്ങാൻ ശ്രമിച്ചാലും സാധിക്കില്ല. പക്ഷേ രാത്രി ഇവർ ഉറങ്ങുമെന്ന് വെച്ചാൽ ഇല്ല. 2-3 ദിവസം അവരിങ്ങനെ ആവും. ഗ്രാജുവലി ഇവരുടെ സ്വഭാവത്തിൽ വ്യത്യാസം വരും. ഇവർ ഭയങ്കരമായിട്ട് വയലൻ്റ് ആവും, ഭയങ്കര ഇറിറ്റേറ്റഡ് ആവും. അതിന് വളരെ ഇഷ്ടമുള്ള ആൾക്കാരെ കണ്ടാൽ പോലും അത് കടിക്കാൻ വരും. അങ്ങനെയൊക്കെ അതിൻ്റെ സ്വഭാവം വ്യത്യാസം വരും. അതിനകത്ത് തന്നെ അവർ പൊതുവേ കോളനിയായിട്ട് ഈ അച്ഛനമ്മ പോലുള്ള രീതിക്ക് ജീവിക്കുന്ന ജീവികളാണ്. അവർ തമ്മിൽ അവരുടെ വഴക്ക്, കടിപിടി ഇതെല്ലാം കൂടുന്ന കാണാം. നമ്മൾ ഇത് തന്നെ ഒരാഴ്ചയ്ക്ക് മുകളിൽ കണ്ടിന്യൂ ചെയ്താൽ അവ ചത്തുപോകും. ചെറിയ ജീവികളായിട്ട് ചത്തുപോകുന്നു. ഇതേ അവസ്ഥ തന്നെയാണ് മനുഷ്യനും. പകല് സമാധാനത്തോടും സന്തോഷത്തോടും കൂടി വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അവൻ്റെ തലച്ചോറ് സന്തോഷമായിട്ടിരിക്കണമെങ്കിൽ, ഹാപ്പി ആയിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ, സമാധാനം വേണമെന്നുണ്ടെങ്കിൽ ഉറങ്ങുന്ന മണിക്കൂർ കറക്റ്റായിരിക്കണം. രാത്രി ഉണർന്നിരുന്ന് പകൽ ഉറങ്ങാൻ ശ്രമിച്ചാലോ അവർക്കും ഈ ജീവികൾക്കുള്ള പോലെ തന്നെ സന്തോഷമില്ലാത്ത, സമാധാനമില്ലാത്ത അവസ്ഥ വരും. പക്ഷേ വലിയ ഒരു ഓർഗാനിസം ആയതുകൊണ്ട് ഒറ്റയടിക്ക് ചെറിയ ജീവികളെ പോലെ ചത്തുപോകത്തില്ല. പക്ഷേ മനുഷ്യൻ്റെ ഓരോ ഭാഗത്തും ചെറിയ ചെറിയ അസുഖങ്ങൾ വന്നുകൊണ്ടിരിക്കും. അതാണ് നമ്മൾ ഈ ലേറ്റ് നൈറ്റ് ഉണർന്നിരുന്നാൽ വരുന്ന പ്രശ്നം. ശരിക്കും ഉറങ്ങാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഭക്ഷണങ്ങളുണ്ട്. അതിന് ചെയ്യേണ്ട കുറച്ച് രീതികൾ ഇപ്പോൾ പറയും. കറുത്ത കർട്ടൻ ഇട്ട് കിടക്കണം, ഇരുണ്ട മുറിയിൽ കിടക്കണം, തണുത്ത ഒരു അന്തരീക്ഷത്തിൽ. അതൊക്കെ എങ്ങനെയാണ് മെച്ചപ്പെട്ട ഉറക്കത്തിന്? പക്ഷെ ഇതിനകത്ത് പലതും പ്രാക്ടിക്കലാണോ? ഈ കറുത്ത കർട്ടൻ പലപ്പോഴും പ്രാക്ടിക്കൽ അല്ല. തണുത്ത അന്തരീക്ഷം, നമുക്ക് അത്യാവശ്യം AC ഉപയോഗിക്കാൻ പറ്റുന്ന സാമ്പത്തിക സ്ഥിതിയുള്ളവരാണെങ്കിൽ സാധാരണ ഒരു മനുഷ്യൻ്റെ പ്രാക്ടിക്കൽ അല്ല. ഇതൊക്കെ പ്രാക്ടിക്കൽ ആണോ എന്ന് ചോദിച്ചാൽ അല്ല. വൈകുന്നേരം വന്ന് വീട്ടിൽ അച്ഛനും അമ്മയും അമ്മ ഉണ്ടാക്കുന്ന ഫുഡെല്ലാം കഴിച്ച് രാത്രി ഇതെല്ലാം കഴിഞ്ഞ് കുട്ടികളെയൊക്കെ കണ്ട് തളർന്നുറങ്ങുക എന്നൊരു രീതിയാണ് പല വീട്ടുകളിലും പ്രാക്ടിക്കലായിട്ടുള്ളത്. ഈ അച്ഛനും അമ്മയും അല്ലെങ്കിൽ കുട്ടികളും എല്ലാം ഉറങ്ങി കഴിഞ്ഞിട്ടായിരിക്കും പാവം വീട്ടമ്മ ഉറങ്ങുന്നത്. ലിറ്ററലി അവർ ഉറങ്ങുന്ന സമയത്ത് 11:30-12 മണിയാവും. പലപ്പോഴും കിടന്നു കഴിഞ്ഞാൽ ഈ പകലത്തെ സ്ട്രെയിൻ, നമ്മൾ വിചാരിക്കും ഈ പകലത്തെ ഓവർ സ്ട്രെയിൻ കൊണ്ട് പലപ്പോഴും തളർന്ന് നമുക്ക് ഉറങ്ങാൻ പറ്റുമെന്ന്. തളർന്നാൽ നമുക്ക് ഉറങ്ങാൻ പറ്റില്ല. നമ്മൾ റിലാക്സ് ആയാൽ മാത്രമേ ഉറങ്ങാൻ പറ്റൂ. തളർന്ന് കിടക്കുമ്പോൾ നമുക്ക് പലപ്പോഴും ഈ മദ്യപിച്ചിട്ട് കിടക്കുന്ന പോലുള്ള ഒരു അബോധാവസ്ഥയിലായിരിക്കും ആദ്യം ഉറങ്ങുക. പലപ്പോഴും ഇത്തരക്കാർക്ക് കൂർക്കം വലി കണ്ടുവന്ന് വരാം, ഓവർ സ്ട്രെയിൻ ഉണ്ടെങ്കിൽ കണ്ടുവന്ന് വരാം, നമ്മളെ പേടിപ്പിക്കുന്ന ഡ്രീംസ് കണ്ടുവന്ന് വരാം. കാരണം ബ്രെയിൻ ഒരു ഡീപ്പ് സ്ലീപ്പിലേക്ക് പോകാൻ സമയമെടുക്കും. ആ സമയത്ത് ഈ തലച്ചോറ് പല പല ഇറിറ്റേഷൻസ് ക്രിയേറ്റ് ചെയ്തെന്ന് വരാം. അതാണ് പലപ്പോഴും ഈ കിടക്കുന്ന സമയത്ത് കഴുത്തിൽ ആരോ ഞെക്കുന്ന പോലെ, നമ്മളെ പുറകിൽ നിന്ന് പിടിച്ച് തള്ളുന്ന പോലെയൊക്കെ തോന്നുന്നത് സ്ലീപ്പ് പാരാലിസിസ് എന്നൊക്കെ അതിന് പറയുന്നത്. ഇതെല്ലാം ഇവരിങ്ങനെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഉറങ്ങിക്കഴിഞ്ഞാൽ ഒരു 4 മണിക്കൂർ അവർക്ക് കഷ്ടി സ്ലീപ്പ് കിട്ടും. സോ ഇത് ശരിയാക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ കിടക്കുന്നതിന് മുമ്പുള്ള കാര്യങ്ങൾ ശരിയാക്കണം. അതിന് പ്രധാനമായിട്ടും രാത്രി കഴിക്കുന്ന ഭക്ഷണം ഒരു ഉറങ്ങുന്നതിന് 3 മണിക്കൂർ മുമ്പ് അവസാനിപ്പിക്കാൻ നോക്കുക. അതായത് നിങ്ങളൊരു 10:30 ഉറങ്ങുമെന്നുണ്ടെങ്കിൽ രാത്രി ഒരു 7 മണിയാകുമ്പോൾ ഭക്ഷണം അവസാനിപ്പിക്കാൻ നോക്കുക. എങ്കിലുള്ള ഗുണം എന്ന് പറഞ്ഞാൽ ഈ ഭക്ഷണം ആമാശയത്തിൽ ദഹിച്ച് അടുത്ത സ്റ്റേജിലേക്ക് പോയി കഴിയും. നമ്മൾ അത് കഴിഞ്ഞിട്ട് കിടക്കാൻ പറ്റും. അപ്പോൾ വയറ് ഫ്രീ ആയി, ആമാശയം ഫ്രീ ആയി കഴിഞ്ഞാൽ കരൾ ഹാപ്പിയായി, നമ്മുടെ ശരീരത്തിന് വലിയ ജോലിയില്ല. രാത്രി അതേപോലെ കഴിയുന്നത്ര ലൈറ്റ് ഫുഡ്, അധികം മസാല, അധികം എണ്ണ ചേർത്ത ഭക്ഷണങ്ങൾ കഴിക്കരുത്. കാരണം ഇതും നമുക്ക് ഇറിറ്റേഷൻ ഉണ്ടാക്കും. ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങളുടെ മറ്റൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് കഴിച്ചു കഴിഞ്ഞാൽ ശരീരത്തിൽ കൂടുതലായിട്ട്, പ്രത്യേകിച്ച് അമിത കൊഴുപ്പുള്ള ഭക്ഷണങ്ങൾ, എണ്ണ ചേർത്ത ഭക്ഷണങ്ങളെല്ലാം ദഹിച്ചു കഴിയുമ്പോൾ ശരീരത്തിൽ കൂടുതൽ എനർജി ഉണ്ടാവും. എനർജി ഉണ്ടാകുമ്പോൾ ശരീരത്തിൽ ചൂട് കൂടും. രാത്രി ഭയങ്കര ആവി ഫീൽ ചെയ്യും, ചൂട് ഫീൽ ചെയ്യും. അപ്പോൾ രാത്രി കിടക്കുമ്പോൾ ഭയങ്കര ഉഷ്ണം ഫീൽ ചെയ്യും, ശരിയായിട്ട് ഉറക്കം കിട്ടത്തില്ല. AC ഉണ്ടെങ്കിൽ ഓക്കെ, സാധാരണ മനുഷ്യന് പ്രാക്ടിക്കൽ അല്ല. സോ ചെയ്യേണ്ടത് രാത്രി എത്രത്തോളം ലൈറ്റ് ഭക്ഷണം കഴിക്കാൻ പറ്റുമോ അത്രയും നല്ലത്. കേൾക്കുമ്പോൾ ചോദിക്കും, ജോലി എല്ലാം കഴിഞ്ഞ് വൈകുന്നേരം വിശന്നല്ലേ വരുന്നത്, എങ്ങനെ സാധിക്കും? 4 മണിക്ക് എന്തെങ്കിലും കഴിക്കണം. 4 മണിക്ക് ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിച്ചാൽ ഒരു 7 മണിയാകുമ്പോഴത്തേക്കും വിശപ്പ് വരത്തില്ല. അപ്പോൾ നമുക്ക് എന്തെങ്കിലും എത്രത്തോളം ലൈറ്റ് ആക്കാൻ പറ്റുമോ, എത്രത്തോളം മസാല കുറയ്ക്കാൻ പറ്റുമോ കഴിക്കും. അപ്പോൾ ഉച്ചയ്ക്കോ രാവിലെയോ ഇപ്പോൾ അത്യാവശ്യം പൊരിച്ച ഭക്ഷണങ്ങൾ കഴിച്ചാലും പ്രോബ്ലം ഇല്ല. രാത്രി 7 മണിക്ക് ഈ
കഴിയുന്നത്ര വറുത്ത അല്ലെങ്കിൽ മസാല ചേർന്ന സാധനങ്ങൾ പരമാവധി ഒഴിവാക്കുക. അത്യാവശ്യം വെള്ളമെല്ലാം കുടിക്കുക. സുഖമായിട്ട് കിടക്കാൻ നോക്കുക. കിടക്കുന്നതിന് മുമ്പ് നമ്മളൊന്ന് മേല് കുളിക്കുക. മേല് കുളിച്ചാലുള്ള ഗുണം നമ്മുടെ ശരീരത്തിൻ്റെ ടെമ്പറേച്ചർ ഒരു 2 ഡിഗ്രി ഒന്ന് തണുക്കാനായിട്ട് സഹായിക്കും. 2 ഡിഗ്രി തണുത്താൽ മതി, നമുക്ക് സുഖമായിട്ട് ഉറങ്ങാൻ പറ്റും. പിന്നെ എപ്പോഴും നല്ലത്, ഇപ്പം മുറിയുടെ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യുന്ന പോലെ തന്നെ ലൈറ്റ് നമുക്ക് സെറ്റ് ചെയ്യണം. നമുക്ക് ഏറ്റവും കൂടുതൽ സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റുന്ന അന്തരീക്ഷം നമ്മുടെ ബെഡ്റൂം ആയിരിക്കണം. സോ ബെഡ്റൂമിൽ ആവശ്യമില്ലാത്ത ചിത്രങ്ങൾ, പേടിപ്പിക്കുന്ന ചിത്രങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കുക. ഏറ്റവും കൂളായിട്ടുള്ളൊരു അന്തരീക്ഷം, അതിന് പറ്റിയ കളേഴ്സ് ഉപയോഗിക്കാം. ലൈറ്റ് ബ്ലൂ കളേഴ്സോ ലൈറ്റ് മെറൂൺ കളേഴ്സോ ലൈറ്റ് പിങ്ക് കളേഴ്സോ ഉപയോഗിക്കാവുന്നതാണ്. അല്ലെങ്കിൽ വൈറ്റ് ആണെങ്കിലും ഓക്കെ, നമുക്ക് ചിലവർക്ക് അതൊരു സമാധാനമുള്ള അന്തരീക്ഷം നൽകും. ചുമപ്പൊന്നും ബെഡ്റൂമിൽ ഉപയോഗിക്കാതിരിക്കുക. സോ ഈ ഒരു രീതിക്ക് സെറ്റ് ചെയ്യുക. പിന്നെ ഫാനിൻ്റെ നേരെ താഴെ കിടക്കുന്ന പലർക്കും ഒരു അലർജി, മൂക്കടപ്പൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് കുറച്ച് മാറിക്കിടക്കുക. AC ആണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് അതിൻ്റെ വെന്റ് നമ്മുടെ മുഖത്തടിക്കാതിരിക്കാൻ നോക്കുക. ഈ ലൈറ്റിന്റെ കാര്യം പറഞ്ഞു, ഡിം ലൈറ്റ് യൂസ് ചെയ്യണം എന്ന് പറയാറുണ്ട്. ഡിം ലൈറ്റ് യൂസ് ചെയ്യണം എന്ന് പറയുന്നവരുണ്ട്, ലൈറ്റ് ഇല്ലാതിരിക്കുന്നത് നല്ലതെന്ന് പറയുന്നവരുണ്ട്. പലർക്കും ഈ ഇരുട്ട് എന്ന് പറയുന്നത് ഭയമാണെങ്കിൽ ഒരു ലൈറ്റ്, ഒരു ബ്ലൂ, വളരെ ലൈറ്റായിട്ടുള്ള ഒരു ചെറിയൊരു പ്രകാശം ഉപയോഗിക്കുന്നത് തെറ്റില്ല. എന്നാലും അത് നമ്മുടെ മുഖത്തിൻ്റെ നേരെയോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ആകാതിരിക്കാൻ ശ്രദ്ധിക്കണം. എപ്പോഴും നമുക്ക് കണ്ണടച്ച് സുഖമായിട്ട് ഉറങ്ങാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം നമ്മുടെ മുന്നിലുണ്ടാവണം, എങ്കിലേ നമ്മൾ ഉറങ്ങത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും കേട്ടുകൊണ്ട് കിടക്കാം, പക്ഷേ എന്തെങ്കിലും നമ്മൾ കണ്ടുകൊണ്ട് കിടക്കുകയാണെങ്കിൽ നമുക്ക് ഉറക്കം പെട്ടെന്ന് വരത്തില്ല. അതുകൊണ്ടാണ് ഈ കിടക്കുന്ന സമയത്ത് മൊബൈൽ ഫോണ്, TV ഒന്നും കണ്ടുകൊണ്ട് കിടക്കരുതെന്ന് പറയുന്നത്. അതെ. പിന്നെ ഡോക്ടർ, പഴം കഴിച്ചാൽ പെട്ടെന്ന് നല്ല ഉറക്കം കിട്ടുമെന്നൊക്കെ പറയുന്നുണ്ട്, അതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ? ആക്ച്വലി ഏറ്റവും നല്ലത് വൈകുന്നേരം 7 മണിക്കുള്ള ഭക്ഷണം പഴങ്ങളാക്കുന്നത്. അത് സിട്രസ് പോലുള്ള പഴങ്ങളല്ല, ആപ്പിൾ, പേരയ്ക്ക, മാതളം, അനാർ ഇല്ലേ, ഇത്തരത്തിലുള്ള ഇപ്പം 3 തരത്തിലുള്ള ഫ്രൂട്ട് എൻ്റെ സജഷനാണ്. ഈ 3 തരത്തിലുള്ള ഫ്രൂട്ടിൽ ഏതെങ്കിലും 2 എണ്ണം, ഒരു ആപ്പിൾ ഒരു പേരയ്ക്ക, അല്ലെങ്കിൽ ഒരു പേരയ്ക്ക ഒരു മാതളം, അല്ലെങ്കിൽ ഒരു ആപ്പിൾ മാതളം, ഇങ്ങനെ 2 ഫ്രൂട്ട് കഴിച്ചാൽ പലർക്കും തോന്നുന്നു ഈ 2 ഫ്രൂട്ട് കഴിച്ചാൽ വിശപ്പ് മാറുമെന്നൊക്കെ മാറും. നമ്മളെ തോന്നലാണ്. കാരണം ഇതിനകത്ത് നിറയെ ഫൈബേഴ്സ് ഉണ്ട്. പിന്നെ ഇത് കഴിക്കാനെടുക്കുന്ന സമയം ഒരു 15 മിനിറ്റ് കൊണ്ട് കഴിച്ചു തീർക്കുക. ഒരു 2 മിനിറ്റ് കൊണ്ട് ഇത് കഴിച്ചു തീർത്ത് കഴിഞ്ഞാൽ വിശപ്പ് മാറില്ല. കാരണം നമ്മുടെ ശരീരത്തിൽ വിശപ്പുണ്ടാക്കുന്ന ഒരു എൻസൈമുണ്ട്, നമുക്ക് വയറ് നിറഞ്ഞു എന്നൊരു തോന്നലുണ്ടാക്കുന്ന എൻസൈമുണ്ട്. ഇത് രണ്ടും കൃത്യമായി പ്രവർത്തിക്കണം എന്നുണ്ടെങ്കിൽ ഭക്ഷണം വായിലിട്ട് ചവച്ച് വിഴുങ്ങി വരുന്നതിന് ഒരു 15 മിനിറ്റ്, 10 മുതൽ 15 മിനിറ്റ് സമയമെടുക്കും. ഈ 15 മിനിറ്റ് സമയത്തിൽ നമ്മൾ എത്ര കുറച്ച് ഭക്ഷണം കഴിച്ചാലും നമുക്ക് നിറഞ്ഞു എന്നൊരു ഫീൽ വരും. അതാണ് അതിൻ്റെ ബേസിക്. അത് ഏത് സമയത്താണെങ്കിലും അങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ അതിലിപ്പം ഒരു ട്രെൻഡ് ഉണ്ട്, ചോറിന് പകരം ചപ്പാത്തി കഴിക്കും. ഇപ്പൊ പ്രമേഹ രോഗികൾ കഴിക്കുന്നുണ്ട്. അല്ലാതെ തന്നെ ഇപ്പൊ ചോറെന്ന് പറയുന്നത് എന്തോ ഒരു വില്ലൻ വരുന്നുണ്ട്. അപ്പൊ അതിനെന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഐ മീൻ, അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? അതൊരു വലിയ തോതിലുള്ള തെറ്റിദ്ധാരണയാണ്. ചോറാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വില്ലൻ എന്ന തരത്തിൽ ആൾക്കാരുടെ ഇടയ്ക്ക് ഒരു തെറ്റിദ്ധാരണ നിലവിലുണ്ട്. അത് പലരും ഈ ചോറ്, ഡയബറ്റിക് ആൾക്കാർക്ക് ചോറ് ഒഴിവാക്കണം എന്ന രീതി കേട്ട് ശീലിച്ചാണ്. ഉച്ചയാകുമ്പോൾ ചോറിന് പകരം ചപ്പാത്തി കഴിക്കും. പക്ഷേ ഇതേ ആൾക്കാർ തന്നെ രാവിലെ അരി കൊണ്ടുള്ള അപ്പവും പുട്ടും ഇടിയപ്പവും എല്ലാം കഴിക്കുകയും ചെയ്യും. ഇങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല. കാരണം ചോറിന് പകരം ചപ്പാത്തി കഴിച്ചാൽ പ്രമേഹ രോഗം കുറയുമായിരുന്നെങ്കിൽ, വണ്ണം കുറയുമായിരുന്നെങ്കിൽ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മെലിഞ്ഞിരിക്കുന്ന ആൾക്കാർ പഞ്ചാബിലുള്ള ആൾക്കാർ, ഹരിയാനയുള്ളവരൊക്കെ. കാരണം അവർ ചപ്പാത്തി അല്ലെങ്കിൽ ഗോതമ്പാണ് കൂടുതലായിട്ട് ശീലിച്ചിട്ടുള്ളത്. പക്ഷേ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രമേഹ രോഗികളുള്ള സംസ്ഥാനം എന്ന് പറയുന്നത് കേരളമല്ല, പഞ്ചാബാണ്. മനസ്സിലായോ? അത് തന്നെയാണ് ഇതൊരു വലിയ തെറ്റിദ്ധാരണയാണ് എന്നുള്ളതിൻ്റെ ലക്ഷണം. ഏറ്റവും കൂടുതൽ കാർബോഹൈഡ്രേറ്റ് ഉള്ളിലേക്ക് എത്തുന്നതാണ്. അത് കാർബോഹൈഡ്രേറ്റ് നേരിട്ട് ഇപ്പോൾ അരി ആയിക്കോട്ടെ, ഗോതമ്പായിക്കോട്ടെ, ഇല്ലെങ്കിൽ ഇപ്പോൾ എല്ലാവരും അത്ഭുത ഭക്ഷണം എന്ന് പറയുന്ന മില്ലറ്റ്സ് ആയിക്കോട്ടെ, അമിതമായിട്ടുള്ള അളവിൽ എത്തിക്കഴിഞ്ഞാൽ അപകടം തന്നെയാണ്. ഏത് ഭക്ഷണവും മിതമായിട്ട് കഴിച്ചാൽ പ്രോബ്ലം ഇല്ല. ഓക്കെ, ഇപ്പം അരി ആഹാരം തന്നെ കഴിക്കുന്നു. അരി ആഹാരത്തിൽ വൈറ്റ് റൈസ്, വെള്ള അരിയാണ് അപകടം. എന്നാൽ അതിനകത്ത് തവിടൊക്കെയുള്ള റെഡ് റൈസോ അല്ലെങ്കിൽ ബ്രൗൺ റൈസോ നല്ലതാണ്. നമ്മൾ ഗോതമ്പ് എന്തുകൊണ്ട് നല്ലതെന്ന് പറയുന്നത്, ഗോതമ്പിൻ്റെ പുറത്ത് തവിടുണ്ട്. തവിട് മാറ്റിക്കഴിഞ്ഞാൽ മൈദ ആയിക്കഴിഞ്ഞാൽ അപകടം എന്ന് പറയുന്നത് ഇല്ലേ? അതേപോലെ തന്നെ അരി ആഹാരം, നമ്മൾ അതിനകത്തുള്ള തവിടെല്ലാം കളഞ്ഞിട്ട് വരുന്ന വെള്ള അരി കുറച്ച് അപകടമാണ്. അതിൻ്റെ ഗ്ലൈസിമിക് ഇൻഡെക്സ് കൂടാണ്. എന്നാൽ ഇത് റെഡ് റൈസ് ആണെന്നുണ്ടെങ്കിൽ ഗ്ലൈസിമിക് ഇൻഡെക്സ് കുറവാണ്. ഇപ്പോൾ വെള്ള അരിയുടെ ഗ്ലൈസിമിക് ഇൻഡെക്സ് ഒരു 75 മുതൽ 85 വരെ വരും. എന്നാൽ തവിടുള്ള അരിയാണെന്നുണ്ടെങ്കിൽ 60 മുതൽ 70-നകത്ത് നിൽക്കും. അതായത് കഴിച്ച് നമ്മുടെ ശരീരത്തിൽ വലിച്ചെടുക്കപ്പെടുന്നത് സ്ലോ ആയിരിക്കും, രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് കൂടുന്നത് സ്ലോ ആയിരിക്കും. നമ്മുടെ പാൻക്രിയാസിന്, ഇൻസുലിന് ഇതിനെ ദഹിപ്പിക്കാനുള്ള സമയം ആവശ്യത്തിന് കിട്ടുകയും ചെയ്യും. ഓക്കെ, അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു രീതിക്ക് നമ്മൾ റൈസിൻ്റെ രീതി മാറ്റണം. എന്നാൽ ഇതിനകത്തുള്ള തമാശ എന്തെന്ന് പറഞ്ഞാൽ, നമ്മൾ ഗോതമ്പ് എടുക്കണം. 100 ഗ്രാം ചോറ് നമ്മൾ കഴിച്ചാൽ അതിൻ്റെ കാലറി, ഊർജ്ജത്തിൻ്റെ അളവെന്ന് പറയുന്നത് 130 കാലറി മാത്രമേ ഉള്ളൂ.
100 ഗ്രാം ഗോതമ്പ് കൊണ്ടുള്ള ഭക്ഷണമാണെങ്കിൽ അതിൻ്റെ കാലറി എന്ന് പറയുന്നത് ഏകദേശം 240 കാലറി, 200 ഏകദേശം ഇരട്ടിക്ക് അടുത്ത് വരുന്നുണ്ട്. മനസ്സിലായോ? അതേസമയം 100 ഗ്രാം മില്ലറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ 300ൻ്റെ അടുത്തേക്കാണ് അതിൻ്റെ കാലറി വരുന്നത്. അപ്പോഴും നമ്മൾ വിശ്വസിക്കുന്നത് ചോറാണ് വില്ല എന്നാണ്. മനസ്സിലായി? പക്ഷെ ചോറ് ഞാനീ പറഞ്ഞതുപോലെ വെള്ള അരി മാറ്റി തവിടുള്ള അരി ഉപയോഗിച്ചാൽ ഏറ്റവും സേഫ് ആയിട്ടുള്ള ഭക്ഷണം ചോറാണ്. ഇപ്പൊ ഈ മിതത്വം എന്ന് പറയുമ്പോൾ എത്ര അളവില് കഴിക്കാം ചോറൊക്കെ? ഇപ്പം രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും ഒക്കെ ചോറ് കഴിക്കുന്നവരുണ്ട്. അപ്പം എങ്ങനെയാണ് മിതത്വം, അതിന്റെ ഒരു അളവ് എങ്ങനെയാണ് ചോറ്? ബേസിക്കലി ചെയ്യേണ്ടത്, ചോറെന്ന് പറയുന്നത് നമുക്ക് പലരും വിചാരിക്കുന്നത് ചോറ് ഒരു 90% ചോറും ചോറ് കഴിക്കാനുള്ള കറിയും. മനസ്സിലായി? ഇപ്പോൾ ഒരു കറി നമ്മൾ നല്ലതെന്ന് പറയുന്നത് എങ്ങനെയാണ്? ആ കറി ഉപയോഗിച്ച് എത്ര ചോറുണ്ണാം എന്നുള്ളതാണ് നോക്കുന്നത്. ഇപ്പോൾ യൂട്യൂബിലെല്ലാം ചിലത് കാണാം, ദാ ഈ കറി കൂട്ടും, നിങ്ങൾക്ക് ഒരു പാത്രം ചോറുണ്ണാം, ഇല്ലേ? ഒരു കറി മതി എന്നുള്ളത്. ദാറ്റ് മീൻസ് അവിടെ കറിക്ക് പ്രാധാന്യം ചോറിനെ അസിസ്റ്റ് ചെയ്യാന്നുള്ളത് മാത്രമാണ്. യഥാർത്ഥത്തിൽ അങ്ങനല്ല. നമ്മൾ എടുക്കുന്ന ഫുഡിൻ്റെ ഒരു ഫുഡ് പ്ലേറ്റിനകത്ത് 40% മാത്രമേ ചോറിൻ്റെ അളവ് പാടുള്ളൂ. ബാക്കി 60% ബാക്കി ഉള്ള പ്രോട്ടീൻസും ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റ്സും ഫൈബേഴ്സും ഉണ്ടാകണം. മനസ്സിലായി? അവിടെ പാളിപ്പോകുമ്പോഴാണ് ഈ ആൾക്കാർക്ക് ജീവിതശൈലി രോഗങ്ങളായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം വരുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ചോറിന് നമുക്ക് ഏറ്റവും ഐഡിയൽ ആയിട്ട് കഴിക്കാൻ പറ്റുന്ന അളവ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു കൈയില്ലേ, കൈപ്പത്തിയുടെ ഒരു പിടി എന്ന് പറയുന്നത് എത്ര വരും, അത്ര അളവ് ചോറ് ഒരാൾക്ക് കഴിക്കാം. അത്രയേ പാടുള്ളൂ. പക്ഷേ ഒരാൾക്ക് വയറ് നിറയാൻ അത് മതി. ചോറ് മാത്രമേ കഴിക്കാവുള്ളൂ എന്നല്ല പറയുന്നത്, അതിനകത്ത് ഹെൽത്തി ആയിട്ടുള്ള കറികൾ വേണം. ഇപ്പൊ ചോറിന്റെ അളവ് കുറച്ചിട്ട് പ്രോട്ടീനിന്റെ അളവ് നിങ്ങൾ കൂട്ടുക. ഓക്കെ, പ്രോട്ടീൻ്റെ അളവ് നിങ്ങളിപ്പോൾ ഒരു 30% അതിനകത്ത് പ്രോട്ടീൻ ഉണ്ടെന്ന് വെച്ചോളൂ. പ്രോട്ടീൻ ഫുഡ് കൂടുതൽ കഴിച്ചാൽ, ഇപ്പോൾ വെജിറ്റേറിയൻസ് ആണെന്നുണ്ടെങ്കിൽ പയർ, കടല, പരിപ്പ്, പനീർ, അല്ല മീനാണെങ്കിൽ ഇപ്പോൾ ചെറിയ മത്സ്യങ്ങളെല്ലാം ആണെങ്കിൽ കറി വെച്ച് അധികം മസാല ചേർക്കാത്തത്, എണ്ണ അധികം ചേർക്കാത്ത മീൻ നിറയെ കഴിക്കാവുന്നതാണ്. ചിക്കൻ കഴിക്കാവുന്നതാണ്. റെഡ് മീറ്റ് നിങ്ങൾക്ക് വലിയ പ്രോബ്ലം ഇല്ല എങ്കിൽ ബീഫ് കഴിക്കാവുന്നതാണ്. സോ ഇങ്ങനെയുള്ള കറികൾ, ഇപ്പം അതല്ല പയറൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ബൗൾ നിങ്ങൾക്ക് കഴിക്കാം. പയറിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ ഒരേ സമയം കാർബോഹൈഡ്രേറ്റും ഉണ്ട്, പ്രോട്ടീനും ഉണ്ട്. ചോറ് റീപ്ലേസ് ചെയ്ത് അല്ലെങ്കിൽ രാവിലത്തെ ഒരു നേരത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് പയർ കഴിക്കാം, അല്ലെങ്കിൽ കടല ഒരു ബൗൾ കഴിക്കാം. ഓക്കെ, സോ ഇത് കഴിക്കുന്ന സമയത്ത് ഒരേ സമയം നമുക്ക് ഈ റെഡ് റൈസിൻ്റെ ഒപ്പം തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്രോട്ടീൻ കൂടെ സോഴ്സായി. പ്രോട്ടീൻ ചെല്ലുന്ന സമയത്ത് കുറച്ച് ഫുഡ് ചെന്നാൽ മതി, നമുക്ക് വിശപ്പ് മാറും. പ്രോട്ടീൻ്റെ ഒരു ഗുണം അതാണ്. കുറച്ച് കഴിച്ച്, ഇപ്പം നിങ്ങളൊരു മുട്ട കഴിച്ചു, എത്ര വിശന്നിരുന്നാലും ഒരു മുട്ട കഴിച്ചാൽ നിങ്ങൾക്ക് ആ വിശപ്പ് അങ്ങ് മാറും. മനസ്സിലായോ? പിന്നെ അതിൻ്റെ കൂടെ എന്ത് ഫുഡ് കഴിച്ചാലും കുറച്ച് കഴിച്ചാൽ മതി. അതാണ് പ്രോട്ടീൻ ഫുഡുകളുടെ പ്രത്യേകത. ഓക്കെ, പിന്നെ അതിൻ്റെ കൂടെ ഒരു പച്ചക്കറിയോ ഇലക്കറിയോ വേണം, ഒരു പ്രോബയോട്ടിക് മോര് വേണം, ഒരു ഹെൽത്തി മീലായി. മനസ്സിലായോ? ഈ ഒരു രീതിക്ക് നമ്മളൊന്ന് ആലോചിച്ച് ഓരോ വീട്ടുകാരും മോഡിഫൈ ചെയ്ത് നോക്കി ഹെൽത്തി ആയിട്ട് ചോറ് കഴിക്കാം. സർ, ഈ മില്ലറ്റിന്റെ കാര്യം പറയാം. മില്ലറ്റ് ഭയങ്കര ട്രെൻഡായി നിൽക്കുന്നു. കഴിഞ്ഞ 15 വർഷം കൊണ്ട് ട്രെൻഡിലുണ്ട്. അത് ശരിക്കും നല്ലതാണ്. ഇപ്പൊ സാർ പറഞ്ഞു മില്ലറ്റിലും കലോറി കൂടുതലാണ്. മില്ലറ്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു തനത് ഇന്ത്യൻ ഉൽപ്പന്നം എന്ന് വേണമെങ്കിൽ പറയാം. സോ ഇന്ത്യൻ ഉൽപ്പന്നങ്ങളെ പ്രൊമോട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഗോതമ്പ് പോലെ, അരി പോലെ ജനങ്ങളുടെ നിത്യോപയോഗം. കാരണം മില്ലറ്റ്സ് എന്ന് പറയുന്നത് നമ്മൾ കേട്ടു തുടങ്ങിയിട്ട് 15 വർഷമേ ഉള്ളൂ. 30 രൂപ ഒരു കിലോയ്ക്ക് വില ഉണ്ടായിരുന്ന റാഗി ഇപ്പോഴൊന്ന് അന്വേഷിച്ച് നോക്കിയാൽ എത്രയാണ് വിലയെന്ന്. കാരണം ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന തനത് പ്രോഡക്ട്സിൻ്റെ മാർക്കറ്റ് മുന്നിലേക്ക് കൊണ്ടുവരിക എന്നുള്ളൊരു ഉദ്ദേശത്തിൽ നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ് നടപ്പാക്കിയിട്ടുള്ള ഒരു പ്രോജക്റ്റാണ്. ഇപ്പോൾ ഗോതമ്പ് എങ്ങനെയാണ് സൗത്ത് ഇന്ത്യയിൽ 80കളിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്, പാം ഓയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് എങ്ങനെ, അതേപോലെ ഈ മില്ലറ്റ്സിനെ കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അതിൻ്റെ ഗുണങ്ങൾ വരുന്നത്. അത് നല്ലതാണ്, യഥാർത്ഥത്തിൽ അത് നല്ലതാണ്. കാരണം ഇതിനകത്തൊന്ന് നമ്മുടെ ശരീരത്തിന് ഗുണകരമായിട്ടുള്ള ഫൈബേഴ്സ് അടങ്ങിയിട്ടുണ്ട്. ഒരു നാരുകൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണം എന്ന് പറയുമ്പോൾ അതിനകത്ത് ഇപ്പോൾ അപകടകരമായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോലും നമ്മുടെ ശരീരത്തിൽ അതധികം വലിച്ചെടുക്കത്തില്ല. നാരുകൾ തന്നെ നിന്നിട്ട് ശരീരത്തിൽ നിന്ന് പുറത്തു പോകും. രണ്ടാമത്തത്, ഗോതമ്പിനകത്ത് അലർജി ഉണ്ടാക്കുന്ന ഗ്ലൂട്ടൻ പോലുള്ള ഘടകങ്ങളുണ്ട്. അത് മില്ലറ്റ്സിനകത്തില്ല, അരിയിലും ഇല്ല. മൂന്നാമത്തെ ഗുണം എന്ന് പറയുന്നത് ഇതിനകത്ത് നമ്മുടെ ശരീരത്തിനകത്ത് ഈ ഒരു എംപ്റ്റി കാലറി അല്ല എത്തുന്നത്, കുറച്ച് വൈറ്റമിൻസും ആൻറ്റി ഓക്സിഡൻസും കൂടെ എത്തുന്നുണ്ട്. പിന്നെ കാൽഷ്യം വരും. ഇപ്പോൾ നമ്മുടെ റാഗിയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാൽഷ്യം ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള ഭക്ഷണമാണ്. ഒരേ സമയം കാർബോഹൈഡ്രേറ്റും കാൽഷ്യം ഉണ്ട്, അതുപോലെ ലോ കാർബാണ്. സോ അങ്ങനെയാണ് മില്ലറ്റ്സ് ഉപയോഗിക്കുന്നത്. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ ചോറിനെ വെച്ചിട്ട് 3 ഇരട്ടിയോളം കാലറി ഉള്ളതുകൊണ്ട് ചോറ് ഫുള്ള് മാറ്റി ചോറിൻ്റെ അതേ അളവിലാണ് മില്ലറ്റ് കഴിക്കുന്നതെങ്കിൽ ചോറിനേക്കാൾ ഡബിൾ സ്പീഡിൽ ഇവർ വണ്ണം വെച്ചു എന്ന് വരും, ഇവർക്ക് ഷുഗർ കൂടിയെന്ന് വരും. അളവ് നിയന്ത്രിച്ച്, അതായത് എത്ര അളവ് ചോറാണോ കഴിച്ചിരുന്നത് അതിൻ്റെ 1/3 അളവ് നിങ്ങൾക്ക് മില്ലറ്റ് കഴിക്കാം. 1/3 ഏറ്റവും ഹെൽത്തി. അത് ഒരല്പം കൂടെ കൂടിയെന്ന് വിചാരിച്ചും വലിയ പ്രോബ്ലം വരാനില്ല വ്യായാമം ചെയ്യുന്ന ഒരാൾക്ക്. പിന്നെ മില്ലറ്റ് മാത്രം, ഇപ്പം നമ്മുടെ റാഗി ദോശ മാത്രം അല്ലല്ലോ കഴിക്കുന്നത്, അതിന് കഴിക്കുന്ന കറി കൂടെ വരുന്നുണ്ടല്ലോ. കറി കുറച്ചുകൂടെ ഹെൽത്തി ആക്കണം.
ആക്കാൻ നോക്കുക. ലൈക്ക് ഇപ്പോൾ ഒരു മുട്ട അല്ലെങ്കിൽ മീൻ അല്ലെങ്കിൽ പയറ് കടല അതും കൂടെയൊക്കെ ഒന്ന് ഉൾപ്പെടുത്താൻ നോക്കുക. അപ്പോൾ അതും ഹെൽത്തി ആയിട്ട് ഉപയോഗിക്കാം. സാർ ഇപ്പോൾ 3 എണ്ണം ഇപ്പോൾ അരി, ഗോതമ്പ്, മില്ലറ്റ് വെച്ചാൽ ഇതിൽ 3 ഏതായിരിക്കും ഒരു സാധാരണ ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു സാധനം എന്ന് പറയാം? ഹെൽത്തി നമ്മളിപ്പോൾ ഒരു ആരോഗ്യകരം എന്ന് പറയുമ്പോൾ ഒരു സാധാരണക്കാരന് എന്നും ഉപയോഗിക്കാൻ പറ്റണം, ഇല്ലേ? അവന് മില്ലറ്റ്സ് എന്നും ഉപയോഗിക്കാൻ പറ്റുമോ? ഉണ്ടെങ്കിൽ അവൻ്റെ വീട്ടുകാർ വീട്ടിലുള്ള ഇപ്പോൾ കൊച്ചുകുട്ടികൾ ഉൾപ്പെടെ ഇത് ഡെയിലി കഴിക്കുമോ? ഇതെല്ലാം നോക്കണം. അതുകൊണ്ട് തന്നെ ആദ്യം ഞാൻ സജസ്റ്റ് ചെയ്യുക ചോറ് തന്നെ ആയിരിക്കും. അത് ചോറ് ഏത് വേണമെന്നുള്ള ഒരു ചോയ്സ് കൂടെ വയ്ക്കണം. ലൈക്ക് വൈറ്റ് റൈസ്, റെഡ് റൈസ്, ബ്രൗൺ റൈസ് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ബ്രൗൺ റൈസ് സജസ്റ്റ് ചെയ്യും. ബ്രൗൺ റൈസും അല്പം കഴിച്ച് കുറച്ച് റാഗി അല്ലെങ്കിൽ കുറച്ച് മില്ലറ്റ്സ് കൊണ്ടുള്ള ഫുഡും കൂടെ എടുത്ത് അതിൻ്റെ ഒപ്പം തന്നെ പച്ചക്കറികളും ഇലക്കറികളും ഉൾപ്പെടുത്തി നല്ല ഒരു പ്രോട്ടീൻ സോഴ്സും കൂടെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അതായിരിക്കും നല്ല മീൽ. ഹെൽത്തി. ഇപ്പം അതേപോലെ ഓട്സ് ഇപ്പൊ ഭയങ്കരമായിട്ട് കയറി വരുന്നുണ്ട്. ഓട്സ് കഴിക്കുന്നവർ ഒരുപാട്, ബ്രേക്ക്ഫാസ്റ്റും നൈറ്റ് ഡിന്നറിലും ഒക്കെ ഓട്സ് കഴിക്കുന്നവരുണ്ട്. ശരിക്കും ഓട്സ് നല്ലതാണോ? ഓട്സ് ഡെഫിനറ്റ്ലി നല്ലതാണ്. അത് അമേരിക്കയിൽ പണ്ട് മുതലേ ആദ്യം കുതിരയ്ക്കാണ് ഇത് കൊടുത്തിരുന്നത്, പിന്നെ മനുഷ്യർക്ക് അത് ഉപയോഗിച്ച് തുടങ്ങിയതാണ്. ഓട്സ് ഡെഫിനറ്റ്ലി നല്ലതാണ് ഉപയോഗിക്കേണ്ട രീതിക്ക് ഉപയോഗിച്ചാൽ. ഓട്സ് മെയിൻലി ഉപയോഗിച്ച് വന്നതെന്ന് പറയുന്നത് ഇത് വേവിച്ച് നമുക്ക് ശരിക്കും ഓട്സ് വേവിക്കുന്നതിന് എത്ര സമയം എടുക്കും ഒന്ന് ആലോചിച്ച് നോക്കിയേ. വീട്ടിലൊക്കെ സാധാരണ ചെയ്യുമ്പോൾ ഒരു 4 മിനിറ്റ്. ആക്ച്വലി ഓട്സ് വേവിച്ച് വരുന്നതിന് 45 മിനിറ്റ് വേണം. 45 മിനിറ്റ് ഒരു ഓട്സ് കുക്ക് ചെയ്തെടുക്കുന്നതിന് വീട്ടുകാർ തയ്യാറാവില്ല എന്ന് കുത്തക കമ്പനികൾക്ക് മനസ്സിലായപ്പോൾ അവർ ഓട്സിനെ നന്നായിട്ട് പോളിഷ് ചെയ്തിട്ട് അതിനകത്തുള്ള ഫൈബറുകളെല്ലാം മാറ്റി എളുപ്പം ദഹിക്കുന്ന തരത്തിൽ ഇൻസ്റ്റൻറ്റ് ഓട്സിന് രംഗത്തിറക്കി. ഇൻസ്റ്റൻറ്റ് ഓട്സ് ചൂടുവെള്ളം ഒഴിച്ച് 2 മിനിറ്റ് വെച്ചാൽ വെന്ത് വരും. നല്ല രുചിയുമാണ്. നമ്മുടെ റൈസിന് എങ്ങനെയാണോ തവിട് കളഞ്ഞ് അതിനകത്ത് വൈറ്റ് റൈസ് ആക്കി മാറ്റിയതോ അതേ രീതി തന്നെയാണ്. നമ്മൾ ഗോതമ്പിൽ നിന്ന് മൈദ വേർതിരിച്ചിരിക്കുന്ന അതേ ടെക്നിക്കാണ് ഇപ്പോൾ ഇറങ്ങുന്ന ഓട്സ്. അതാണ് രുചികരമായിട്ട് ഹെൽത്തി എന്ന് പറഞ്ഞ് എല്ലാവരും കഴിക്കുന്നത്. യഥാർത്ഥത്തിൽ അതിനകത്ത് ഫൈബർ കണ്ടന്റ് വളരെ കുറവാണ്. യഥാർത്ഥത്തിൽ ഓട്സ് ബെനിഫിഷ്യൽ ആകുന്നത് അതിനകത്ത് ഹെൽത്തി ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, സോലുബിൾ ഫൈബേഴ്സ് ഉണ്ട്, ഇൻസോലുബിൾ ഫൈബേഴ്സ് ഉണ്ട്. ഇത് ചേർന്നിട്ടുള്ള ഒരു കോമ്പിനേഷൻ നമ്മുടെ വയറിനകത്തേക്ക് എത്തുമ്പോഴാണ് ഇത് ഗുണകരമായിട്ട് മാറുന്നത്, ഈവൻ കൊളസ്ട്രോൾ വരെ കുറയ്ക്കുന്നത്. എന്നാൽ നമ്മൾ ഇപ്പോൾ വാങ്ങുന്ന ഇൻസ്റ്റൻറ്റ് ഓട്സ് പല പേരുകളിലുണ്ട്, പറഞ്ഞു കഴിഞ്ഞാൽ ബ്രാൻഡ് നെയിംസ് പറയാൻ വരും, അതിലേക്ക് ഞാൻ പോകുന്നില്ല. ഇൻസ്റ്റൻറ്റ് ഓട്സ് നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ അതിനകത്ത് ഫൈബർ ഇല്ല, അതിനകത്തുള്ള കാർബോഹൈഡ്രേറ്റിലേക്ക് ചൂട് ചെല്ലുമ്പോൾ തന്നെ അത് വെന്ത് വരും. അതുകൊണ്ടാണ് ഈ 2 മിനിറ്റിൽ കുക്കാവുന്നത്. കുക്കായി കഴിഞ്ഞാൽ ആൾക്കാർ എന്താ ചെയ്യുന്നത്? വെറുതെ ചെയ്യുകയല്ല, ആൾക്കാർ ചൂട് പാല് ചേർക്കും, ഇല്ലേ? പാലിൽ ചേർത്താണ് കഴിക്കുന്നത്. അപ്പോൾ പാലിനകത്തുള്ള ഷുഗർ ലെവലും കൂടെ അതിനകത്ത് വരും. പിന്നെ അവർ അതിനകത്ത് കുറച്ച് നട്ട്സ് ചേർക്കും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ഫുഡും കൂടെ ചേർക്കും. ഇങ്ങനെ ഡ്രൈ ഫ്രൂട്ട്സ്, നട്ട്സ് ചേർക്കും. ഇതെല്ലാം കൂടെ ചേർത്ത കോക്ടെയിലാണ്. ഈ കോക്ടെയിൽ കഴിക്കുമ്പോൾ നമ്മൾ സാധാരണ രാവിലെ കഴിക്കുന്ന ഇഡലിയും ദോശയേക്കാൾ കൂടുതൽ കാലറിയാണ് എത്തുന്നത്. അതിനകത്ത് ഫൈബേഴ്സ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയുന്നുണ്ട്. കാരണം ഓട്സ് ഇൻസ്റ്റൻ്റ് ആണ്. യഥാർത്ഥത്തിൽ നിങ്ങൾ ഓട്സ് ഇഷ്ടമാണെങ്കിൽ വാങ്ങിക്കേണ്ടത് ഈ ഓട്സ് അല്ല, പകരം റോൾഡ് ഓട്സോ അല്ലെങ്കിൽ സ്റ്റീൽ കട്ട് ഓട്സോ വാങ്ങുക. ഒരിക്കലും അതിന് ഈ പറഞ്ഞ രുചി ഉണ്ടാകത്തില്ല. ഇത് വേവിക്കുന്നതിന് മിനിമം 40 മിനിറ്റ് സമയമെടുക്കും. 35-40 മിനിറ്റ് സമയം വേവിച്ചാലേ അതിനകത്തുള്ള ഫൈബറുകൾ ബ്രേക്കായി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ലെവലിൽ വരുള്ളൂ. അത് നമുക്ക് ഹെൽത്തി ആയിട്ട് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ ഉപ്പുമാവിൻ്റെ ഫോമിൽ ഉപയോഗിക്കണം. കാരണം ഇത് നമ്മുടെ ശരീരത്തിലേക്ക് അബ്സോർബ് ചെയ്യുന്ന രീതി ഉണ്ടല്ലോ. ഉദാഹരണത്തിന് നമ്മൾ ചോറ് കഴിക്കുന്നതും കഞ്ഞി കഴിക്കുന്നതിനകത്ത് ഏതാണ് കൂടുതൽ പെട്ടെന്ന് ദഹിക്കുക? കഞ്ഞി. അതേപോലെ തന്നെയാണ് നമ്മൾ ഈ ഓട്സിനെ കുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ പാലിനകത്തിട്ട് കഞ്ഞി പോലെ പോറഡ്ജ് ഫോമിൽ ആൾക്കാർ കഴിക്കുമ്പോൾ ഇത് പെട്ടെന്ന് ദഹിക്കും. നമ്മൾ സ്ലോലി ദഹിച്ച് പതുക്കെ അബ്സോർബ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഓട്സിലേക്ക് മാറിയത്. എന്നിട്ട് നമ്മൾ ഇങ്ങനെ കുക്ക് ചെയ്താൽ എങ്ങനെ അത് ഹെൽത്തി ആവും, അല്ലേ? അതിന് ചെയ്യേണ്ടത് ഉപ്പുമാവ് ഫോമിൽ, അതായത് എത്ര അളവാണോ നിങ്ങൾ ഓട്സ് എടുക്കുന്നത് അത് ഫൈബർ ഉള്ള റോൾഡ് ഓട്സോ സ്റ്റീൽ കട്ട് ഓട്സോ അത് വാങ്ങുക. അതോടൊപ്പം നിങ്ങൾ ഈക്വൽ അളവ് പച്ചക്കറി ചേർക്കുക. പച്ചക്കറി എന്ന് പറഞ്ഞാൽ സവാള ചേർക്കാം, ക്യാബേജ്, കോളിഫ്ലവർ പോലെ ക്രൂസിഫറസ് വെജിറ്റബിൾസ് ചേർക്കാം. അത് ചേർത്ത് ഉപ്പുമാവ് ഫോമിലോട്ട് മാറ്റുക. എന്നിട്ട് അതിനകത്ത് കുറച്ച് നട്ട്സ് ചേർക്കുക, ക്യാരറ്റ്സ് ചേർക്കുക, കുറച്ച് ഇലകളൊക്കെ ഇട്ടൊന്ന് അലങ്കരിക്കുക. കഴിച്ചു നോക്കിയേ ഉച്ചവരെ വിശക്കത്തില്ല. അതാണ് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ്. ഇപ്പൊ ഈ ഇൻസ്റ്റന്റ് ഫുഡുകൾ, ഇപ്പൊ ഈ ഓട്സ് പോലെ തന്നെ ഈ ഇൻസ്റ്റന്റ് ഫുഡുകളെല്ലാം ഇങ്ങനെയാണോ? നമ്മൾ ഈ ഫാസ്റ്റ് ഫുഡ്സ് എന്ന് പറയില്ലേ, ഫാസ്റ്റ് ഫുഡ്സുകളുടെ ഏറ്റവും വലിയ അപകടം എന്ന് പറയുന്നത് ഇത്തരത്തിൽ പ്രോസസ് ചെയ്തിട്ടുണ്ടാക്കുന്ന മാവുകളാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത്, പ്രധാനമായിട്ടും മൈദ. ഓക്കെ, ഈ നൂഡിൽസ് ഒക്കെ എല്ലാ ഫുഡുകളും പെട്ടെന്ന് ദഹിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ അപകടം. അതേസമയം ഇപ്പൊ നിങ്ങൾക്ക് മൈദ
അത്യാവശ്യത്തിന് കഴിക്കാം, പ്രശ്നമൊന്നുമില്ല. കാരണം ലോകം മുഴുവൻ മൈദയുടെ ബ്രെഡ് ഉപയോഗിച്ചല്ലേ ജീവിക്കുന്നത്. പക്ഷേ ഇപ്പോൾ വിദേശത്ത് നോക്കിക്കഴിഞ്ഞാൽ, യൂറോപ്യൻസിനെ നോക്കിക്കഴിഞ്ഞാൽ അവർ 2 ബ്രെഡ് എടുക്കും, അതിൻ്റെ ഇടയ്ക്ക് നിറയെ ഇലകൾ എടുക്കും, ഇല്ലേ? ഫ്രഷ് ആയിട്ടുള്ള ഇലകൾ അവർ എടുക്കുന്ന കണ്ടിട്ടില്ല. ലെറ്റ്യൂസ് പോലുള്ള ഇലകൾ ഉപയോഗിക്കും, കുറേ അവർ ഈ ടൊമാറ്റോയുടെ സ്ലൈസസ് ഉപയോഗിക്കും. അതിനകത്തേക്ക് അവർ എന്തെങ്കിലും പ്രോട്ടീൻ ഉപയോഗിക്കും. ഒന്നെങ്കിൽ അവർ 1-2 മുട്ട ഉപയോഗിക്കും, അല്ലെങ്കിൽ അവർ ചിക്കൻ്റെ സോസേജ് അല്ലെങ്കിൽ ചിക്കൻ സ്ലൈസസ് വയ്ക്കും. എന്നിട്ടാണ് ഈ 2 പീസ് ബ്രെഡ് കഴിക്കുന്നത്. ഈ ഒരു ക്വാണ്ടിറ്റി ഉണ്ടാവും. ഇവിടെ നമ്മൾ ഇതെല്ലാം മാറ്റി വെച്ചിട്ട് ബ്രെഡ് എടുക്കും, നിറയെ ജാം പുരട്ടും. അതായത് ഓൾറെഡി കാർബോഹൈഡ്രേറ്റ് ആണ്, അതിൻ്റെ മുകളിൽ നല്ല സ്വീറ്റ് മധുരം അങ്ങോട്ട് പുരട്ടി 2 കൂടെ വെച്ച് കഴിക്കും. പ്രോട്ടീൻ ഇല്ല, പീനട്ട് ബട്ടർ. ഇതിനകത്ത് പ്രോട്ടീൻസ് ഇല്ല, ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റ് ഇല്ല, ഫൈബർ ഇല്ല. മനസ്സിലായോ? ബ്രെഡ് ആണെങ്കിൽ പോലും മൈദ ആണെങ്കിൽ പോലും നമുക്ക് ഹെൽത്തി ആയിട്ട് ഉപയോഗിക്കുന്നത് അതിൻ്റെ കൂടെ ചേർക്കുന്ന ഫുഡുകളാണ്, പ്രധാനമായിട്ടും ഫൈബറുകൾ. ഇതെല്ലാം മാറ്റി വെച്ചിട്ട് ഇപ്പോൾ നമ്മൾ അറബികളുടെ ഫുഡ് നോക്കിയോ. അറബികൾ അവിടെ ഗ്രിൽഡ് അൽഫാമും ഷവായൊക്കെയാണ് കഴിക്കുന്നത്. അതുകൊണ്ട് അതും മലയാളീസ് കഴിക്കും, ഇല്ലേ? അവിടെ ആൾക്കാർ ഇപ്പോൾ അറബി കഴിക്കുന്നത് 1 പീസ് ചിക്കൻ്റെ എടുത്തു കഴിഞ്ഞാൽ വലിയൊരു പിടിയാണ് അവർ ഇലകൾ എടുക്കുന്നത്. അവിടെ കിട്ടുന്ന ഇഷ്ടം പോലെ ഒരു 12ഓളം വിഭാഗം ഇല വിഭാഗമുണ്ട്. അതെടുത്ത് അവർ ഇലകൾ കഴിക്കും. അതോടൊപ്പം അവർ ഈ നമ്മുടെ കടല അരച്ചിട്ടുള്ള ഒരു മയനൈസ് പോലുള്ള ഒരു ഫുഡുണ്ട്, അതുകൂടെ ചേർത്തിട്ടാണ് കഴിക്കുക. മനസ്സിലായി? അതിൻ്റെ ഒപ്പം അവർ ചിലപ്പോൾ ഒരു കുബൂസോ വല്ലതും കഴിക്കും, 1-2 കുബൂസ് കഴിക്കും. നമ്മളിവിടെ ഇലകളെല്ലാം മാറ്റി വെച്ച് ചിക്കൻ എടുക്കും, കുറച്ച് മയനൈസ് എടുക്കും, അതിൻ്റെ കൂടെ ഒരു പൊറോട്ടയും കൂടെ ചേർത്ത് കഴിക്കും. സോ അറബിയുടെ ഹെൽത്തി ആയിട്ടുള്ള എല്ലാ ഘടകങ്ങളും മാറ്റി അൺഹെൽത്തി മാത്രം നമ്മൾ മലയാളികൾ എടുക്കും. മനസ്സിലായി? ഇങ്ങനെയാണ് നമ്മുടെ ആയിട്ട് കസ്റ്റമൈസ് ചെയ്ത് കുളവാക്കുന്നത്. അതെല്ലാരും പറയാം അവിടെ പോയി കഴിഞ്ഞാൽ ഷവർമ ഒന്നും കഴിക്കാൻ പറ്റില്ല. അതെ, അവിടുത്തെ മസാലയുടെ അതെ, കാരണം അവിടുത്തെ പല ഫുഡ് ഹെൽത്തിയാണ്. അതാണ് വ്യത്യാസം. ഇതിപ്പം പറയുന്ന പോലെ തന്നെ ഇപ്പൊ ഷവർമ, അൽഫാം, മന്തി ഇതൊക്കെ ഇവിടെ ഏറ്റവും കൂടുതൽ യുവാക്കളൊക്കെ ഏറ്റവും കൂടുതൽ കഴിക്കുന്ന ഫുഡാണ്. അതിന്റെയൊക്കെ ഒരു അപകടം എങ്ങനെയാണ്? അല്ലെങ്കിൽ ഇത് നമ്മൾ സ്ഥിരമായി കഴിക്കും, മിക്കവാറും നമ്മൾ വൈകുന്നേരങ്ങളിൽ പോകുമ്പോൾ ഒരു ഷവർമ കഴിച്ചാൽ മതി നൈറ്റ്, അതുകൊണ്ട് വയറ് തൃപ്തിപ്പെടും. അപ്പൊ അതിന്റെയൊക്കെ ഒരു അപകടം ഇത് അതിനകത്ത് നമ്മൾ എത്രത്തോളം അപകടം ഉണ്ടെന്ന് പറയുന്നു അത്രത്തോളം നമുക്കതിനെ ഹെൽത്തി ആക്കി മാറ്റാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ ഷവർമ ഉണ്ടാക്കുന്ന സമയത്ത് അവരോട് പറയാം, ചേട്ടാ ഇപ്പോൾ അവർ ഉണ്ടാക്കുന്ന രീതി നോക്കും. പ്രധാനമായിട്ട് ഷവർമ കഴിച്ച് ഇടയ്ക്കിടയ്ക്ക് ഓരോ മരണം റിപ്പോർട്ട് ചെയ്യപ്പെടുമല്ലോ. അതിൻ്റെ കാരണം ഷവർമയുടെ ഇറച്ചിയുടെ ക്വാളിറ്റിയാണ് പ്രശ്നം. ഇപ്പോൾ ഷവർമ അതിനകത്ത് നന്നായിട്ട് ഗ്രില്ല് ചെയ്ത് സ്ലോ ഹീറ്റിൽ ഗ്രില്ല് ചെയ്ത് വരുന്ന സമയത്ത് അകത്ത ഭാഗം ശരിയായിട്ട് വെന്തില്ലെങ്കിൽ സാൽമണല്ല ബാക്ടീരിയ അതിനകത്തുണ്ടാവും. ഇതുണ്ടാക്കുന്ന ഫുഡ് പോയ്സണിങ്. അതാണ് ഒന്നാമത്തെ ഘടകം. രണ്ടാമത്തെ ഇതിനകത്ത് ചേർക്കുന്ന മയനൈസ് പ്രധാനമായിട്ടും പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അത് ഫ്രിഡ്ജിൽ വെക്കണം. കാരണം അതിനകത്തും സാൽമണല്ല, മുട്ടയാണ് ഉപയോഗിക്കുന്നത് പ്രധാനമായിട്ടും. സാൽമണല്ല ബാക്ടീരിയയുടെ ഒരു വലിയ ഗ്രൂപ്പ് അതിനകത്തുണ്ടാവും. ഫ്രിഡ്ജിനകത്ത് വെച്ചാൽ ഇവ മൾട്ടിപ്ലൈ ചെയ്യാതിരിക്കും. പക്ഷേ പുറത്ത് സാധാരണ ടെമ്പറേച്ചറിൽ മയനൈസ് സൂക്ഷിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ബാക്ടീരിയ മൾട്ടിപ്ലൈ ചെയ്ത് വല്ലാണ്ട് കൂടും. അപ്പോൾ ഈ ഇറച്ചിക്കകത്തുള്ള ബാക്ടീരിയയും ഇതിനകത്തുള്ള ഈ മയനൈസിനകത്തുള്ള ബാക്ടീരിയയും കൂടെ ചേർന്ന് വയറിനകത്തേക്ക് എത്തുന്ന സമയത്ത് നമ്മുടെ പ്രതിരോധ ശേഷി കുറവാണെങ്കിൽ, എല്ലാവർക്കും ഇത് ബാധിക്കുന്നില്ല, ഒരു കടയിൽ നിന്നും 10 പേർക്ക് ഷവർമ കഴിച്ചാൽ ഒരാൾക്കേ വയറിന് കംപ്ലൈൻറ്റ് വരുന്നുള്ളൂ. പ്രതിരോധ ശേഷി കുറവാണെങ്കിൽ അവർക്ക് ഇത് ഗ്യാസ്ട്രോ എൻറൈറ്റിസ് ഉണ്ടാക്കും, വയറിളക്ക രോഗത്തിലേക്ക് പോയി എന്ന് വരാം. അതേസമയം ഇതിനെ ഹെൽത്തി ആകാവുന്ന ഇതുണ്ടാക്കുന്നത് നന്നായിരിക്കണം. ഈ മയനൈസ് ഫ്രിഡ്ജിൽ നിന്ന് നേരിട്ട് ഇതിനകത്ത് ഉപയോഗിക്കണം. ഇതിനകത്ത് വച്ച് കഴിഞ്ഞാൽ 3/4 മണിക്കൂറിനകത്ത് കഴിച്ചു തീർക്കണം. വീട്ടിൽ നമ്മൾ 7 മണിക്ക് വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് 11 മണിക്ക് കഴിക്കുമ്പോൾ ബാക്ടീരിയ ആയിരിക്കും അതിനകത്ത് കൂടുതലുണ്ടാകുന്നത്. മനസ്സിലായി? സോ ഉണ്ടാക്കി 45 മിനിറ്റിനകത്ത് കഴിച്ചിരിക്കണം. പിന്നെ ഉണ്ടാക്കുന്ന സമയത്ത് ചേട്ടനോട് പറയണം, ചേട്ടാ ഇതിനകത്ത് നിറയെ പച്ചക്കറികൾ ചേർക്കാൻ പറയണം. അവർ നന്നായിട്ട് പച്ചക്കറികൾ അരിഞ്ഞതും കൂടി ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ ഷവർമ ഹെൽത്തിയായി. മനസ്സിലായി? ഓരോ ഭക്ഷണവും ഇങ്ങനെ നമുക്ക് ഹെൽത്തി ആക്കി മാറ്റി കഴിക്കാനായിട്ട് പറ്റും. എന്നിരുന്നാൽ പോലും ഷവർമയും മറ്റു ഫുഡുകളും കഴിക്കുന്നെങ്കിൽ, കാരണം ഇതൊക്കെല്ലാം കാലറി കൂടുതലാണ്. കാലറി എന്ന് പറഞ്ഞാൽ ഊർജ്ജം. നമ്മൾ ആ ഊർജ്ജം കഴിച്ച് നമ്മളത് വ്യായാമം ചെയ്ത് നമ്മുടെ ആ എനർജി യൂട്ടിലൈസ് ചെയ്യപ്പെടുകയാണെങ്കിൽ അത് വലിയ പ്രോബ്ലം ഇല്ല. എന്നാൽ വൈകുന്നേരം ഇതെല്ലാം കഴിച്ചതിന് ശേഷം നമ്മൾ കിടക്കാൻ പോവാണ്, അതിനുശേഷം നമ്മൾ റെസ്റ്റിംഗ് ഫേസ് ആണ്, ഊർജ്ജം ആവശ്യമില്ല, ഇത് അത്രയും കൊഴുപ്പായിട്ട് സ്റ്റോർ ചെയ്യും. ഭാരം കൂടുന്നതിനും കൊളസ്ട്രോൾ കൂടുന്നതിനും കാരണമാകും. സോ ഇത്തരത്തിലുള്ള ഏത് ഫാസ്റ്റ് ഫുഡുകളും 4 മണിക്ക് മുമ്പ് കഴിച്ച് അവസാനിപ്പിക്കുക. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ വലിയ പ്രോബ്ലം ഇല്ല. ഓക്കെ. അതിനുശേഷം 7 മണിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആപ്പിളോ പേരക്കയോ കഴിച്ചു നോക്കിയാൽ ഉറക്കം ഏറ്റവും നന്നായിട്ട് കിട്ടും.